നമസ്കാരം. പക്ഷെ ഓടെ വീണ്ടും മനസ്സ് പറയും, ദുഃഖിച്ചിരിക്കാതെ നന്മ ചെയ്യുക. അപ്പോൾ ഒരു ഊർജം വരും. അതാണ് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. നിനക്ക് ഊർജം കിട്ടുക, ദുഃഖം ആദ്യം വരും. ഒരു വാക്യമുണ്ട്, അത് പറഞ്ഞതുപോലെ മരണം വരേക്കാം. ഉമ്മൻചാണ്ടി സാർ മക്കൾക്ക് എന്ത് വേണ്ടി വന്നു? ഏറ്റവും വലിയ സ്വത്ത് മക്കൾക്ക് കൊടുത്തേച്ച് വരാതെ വ്യത്യസ്തമായ തലത്തിൽ എത്ര നന്മ, എത്ര കോടി കിട്ടിയാലും കിട്ടും. ഈ ജനങ്ങളുടെ സ്നേഹം കിട്ടത്തില്ലല്ലോ. അതിന് പക്ഷേ ഫുൾ സപ്പോർട്ടായിട്ട് മുറയിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി അദ്ദേഹത്തിന് ഭാരം കൊടുക്കാതെ. പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ. പിന്നെ ഒരുപാട് ഞാൻ അനുഭവിച്ചു. കാര്യം വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് ഭക്ഷണം കഴിപ്പിക്കുക, ഉറക്കുക, കുളിപ്പിക്കുക. ഞാൻ തന്നെ കുളിപ്പിക്കുക. എന്തോ ഒരു കഷ്ടപ്പെട്ട് വെള്ളം ലാസ്റ്റ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ഞാൻ വയർലെസ് ഫോൺ വാങ്ങിച്ചു വിളിക്കും. അതറിയാൻ പറ്റും മൊബൈൽ ഫോണാണ് ഇത് വയർലെസ് ആണെന്നറിയാം. ആ ഫോൺ ഇപ്പോഴും എടുത്തിയാൽ, പക്ഷേ ഇപ്പോൾ അതത്ര വർക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും പോരാ. പിന്നെ ചൂടുവെള്ളം കൂടെ കുടിക്കാൻ, റിഫ്ലെക്സ് ഇങ്ങനെ അസിറ്റി ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട്. പക്ഷെ ആരോഗ്യം നോക്കിയാൽ ഒത്തിരി ഓടി. ആരോഗ്യം നോക്കിയാൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇനി അതൊക്കെ ഞാൻ പറയും, ദുഃഖം വരും. ഇനി അത് പറഞ്ഞാലേ മനുഷ്യമായിട്ട് പറഞ്ഞാൽ ഒത്തിരി ദുഃഖിക്കാനുണ്ട്. പക്ഷെ ദൈവീയമായിട്ട് എടുക്കാം, ദൈവം എല്ലാം നന്ദിക്കായിട്ട് ചെയ്യും. അല്ല അത് തന്നെയല്ല. ഇപ്പം ഞങ്ങളുടെ ഞാൻ ഉള്ളിത്തട്ടാലോ ഒന്നും പറയാറില്ല. ഞങ്ങളുടെ എല്ലാം ഒരേ ഒരാഗ്രഹം നന്മ ചെയ്യുക. ഉമ്മൻചാണ്ടി ചെയ്ത തുറന്ന് ചെയ്യുക. ആ വെളിച്ചം തുറന്നും ഭാഗം തുടങ്ങുക. സുപ്രം ബാക്കി വെച്ചിട്ടാണോ ഉമ്മൻചാണ്ടി പോയത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു സിംഗപ്പൂറോ നോർക്കോ ജപ്പാനോ അതൊക്കെ പോലെ ആക്കണമെന്നുണ്ടായിരുന്നു. വലിയ സിംഗപ്പൂർ അങ്ങനെ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് സ്നേഹത്തിന്റെ ഭാഷ മാത്രം, അല്ല വേറെ രാഷ്ട്രീയത്തിലൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഒത്തിരി വേദനിപ്പിച്ച രാഷ്ട്രീയക്കാരുണ്ട്. കാരണം ഇപ്പൊ ഞാനും തിരിച്ച അപ്പൊ കാര്യം ഉമ്മൻചാണ്ടി മരിച്ചൊരു സന്ദർഭത്തില് ഇനി അത് പിള്ളേരോട് ഞാൻ പറയാം, അമ്മ ഇനി വേറെ മുഖമായിരിക്കും. കാര്യം അതുപോലെ ഈ പവർ സ്റ്റാൻഡേർഡ് വരുമ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ബ്യൂറോക്രസി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏത് ലോകത്തിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും മക്കളെ അമ്മമാർ മര്യാദയ്ക്ക് താഴ്മയ്ക്ക് അനുസരണം പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവർക്ക് റീച്ചുണ്ട്. അതുകൊണ്ടായിരുന്നു എനിക്ക് വലിയ ആഗ്രഹം. പ്രാർത്ഥിച്ചു എന്നെ നിങ്ങൾ വിലയിരുത്തുക, നമ്മുടെ കുടുംബം. അതെ, സപ്പോർട്ട് കൊടുക്കണം. കാര്യം എന്ന് പറയുമ്പോഴേ ഞങ്ങളെ സംസ്കാരക്രമങ്ങളൊക്കെ അന്ന് ഞങ്ങളൊക്കെ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നിന്നുകൊണ്ടേ പ്രാർത്ഥിക്കാൻ സംഭവിച്ചു. ചാണ്ടിവൻ ഏറ്റവും ഭക്തനായ മോഹൻ കറങ്ങി തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തി ചാണ്ടി വന്നില്ല. 3 മക്കൾ. നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഉമ്മൻചാണ്ടി ഭാര്യയും മക്കളും പല വീട്ടിലും നമുക്ക് സംതൃപ്തിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ അങ്ങനെ അയ്യോ നല്ലതായിട്ടൊക്കെ പറയുമോ, ഒരു വലിയ ആഘോഷമോ. അതേസമയം ഈ സരിത ഇഷ്യൂ വന്നപ്പോഴും ആരും പരസ്പരം ഒന്നും വേണ്ടിയിട്ടില്ല. അങ്ങനെ വലിയ സുഖം, അങ്ങനെ ആഘോഷവും. അത് ഉമ്മൻചാണ്ടി സങ്കടപ്പെടുക ജാലത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. സന്തോഷം വന്നാണ് ഇങ്ങനെ അയ്യോ അങ്ങനെ അന്ന് അയ്യോ എന്നിങ്ങനെ പറഞ്ഞ് നടക്കാറില്ല. അത് പിള്ളേരും നടക്കത്തില്ല, അത് ഇപ്പോഴും നടക്കുന്നില്ല. അപ്പോഴേക്ക് അത് ഞാനിപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ അപ്പം അത് എതിർക്കുമായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അതങ്ങനെ തുടർന്ന് വന്നു. അത് മുഖ്യമന്ത്രി ആയപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോൾ അതിനൊരു മാറ്റം വന്നില്ല. നമ്മൾ ആ ഒരു ഞങ്ങൾ ചെറുപ്പത്തിലെ തന്നെ അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അമ്മ ജോലി ചെയ്യുന്നത് കണ്ടാണ് വളർന്നത്. അപ്പം ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയിൽ എല്ലാവരും, അമ്മയുടെ ഫാമിലി കംപ്ലീറ്റ് എല്ലാവരും എംപ്ലോയിഡ് ആളുകളാണ്. അങ്ങനെ വളർന്നത് കൊണ്ടാകാം എംപ്ലോയിഡ് ആയിട്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത്. മറ്റതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു വിഷമം തോന്നാറുണ്ട്, കൂടുതൽ സമയം പപ്പയെടുക്ക് കിട്ടിയില്ല, ഞങ്ങൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കൂടുതൽ കൊണ്ടുപോയി, അങ്ങനെ തോന്നിയിട്ടുണ്ട്? അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്. എന്താ വെച്ചാൽ അപ്പോൾ ഒരിക്കലും നമ്മളെ ആ മിസ്സിങ് അറിയിച്ചിരുന്നില്ല. അപ്പം അപ്പം കാണത്തൊന്നുമില്ല. പക്ഷെ അപ്പയുടെ ആ കെയർ എപ്പോഴും ഒരു അദൃശ്യമായ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അദൃശ്യമായ ഒരു കെയർ എപ്പോഴും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായിരുന്നാലും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ അപ്പയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പയെ പറ്റി എല്ലാവരും പറയുന്നത് അപ്പം ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തിരിച്ച് വിളിച്ച് ആ കാര്യങ്ങൾ അന്വേഷിക്കും എന്നുള്ളൊരു നേച്ചർ. അപ്പോൾ പിന്നെ
സ്വന്തം മക്കളോട് അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരിക്കലും ആ ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. ഇപ്പൊ അപ്പയുടെ കൂടെ ഒക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോയിട്ടുണ്ട്? അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ എനിക്കറിയാം അമ്മയ്ക്ക് ഈ ബാങ്കിൽ നിന്ന് ഈ 4 years കൂടുമ്പോൾ ഈ ട്രാവൽ അലവൻസ് കിട്ടുന്ന വെച്ചാൽ ഞങ്ങൾ ഡൽഹി, ബോംബെ, അങ്ങനെയൊക്കെ ഗോവ അങ്ങനെയൊക്കെ പോയത് ഓർമ്മയുണ്ട്. പിന്നെ വലിയ ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും വന്നു പോയിട്ടില്ല. പിന്നെ എനിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ബഹ്റിൻ, ജർമ്മനി, അങ്ങനെ ഞാൻ ചാണ്ടിയെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രിപ്പിൽ എന്നെ കൊണ്ടുപോയി. പിന്നെ ചാണ്ടി ഒരു പ്രാവശ്യം ചെറുപ്പത്തിൽ US പോയപ്പോൾ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളെ പലരെയും അങ്ങനെ ഞങ്ങൾ അത് അപ്പ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയപ്പം അങ്ങനെ കൊണ്ടുപോയതല്ലേ. അപ്പം അപ്പയമ്മയും ചാണ്ടി ഒരു പ്രാവശ്യം പോയി, അപ്പയമ്മയും ഞാനും മറ്റൊരു പ്രാവശ്യം പോയി. അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല നാട്ടിൽ. പിന്നെ ഞങ്ങളുടെ യാത്രകൾ എന്ന് പറയുന്നത് ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ എല്ലാ സാറ്റർഡേയും സൺഡേയും പുതുപ്പള്ളിക്ക് പോകുമായിരുന്നു. അപ്പം ഞങ്ങളും പുതുപ്പള്ളിക്ക് പോകുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അവധി എന്ന് പറയുന്നത്. അപ്പൊ അപ്പ പോകുന്ന പ്രോഗ്രാമിനോടൊപ്പം പോവുകയായിരുന്നു. എവിടെയൊക്കെ പോകുന്നു. അല്ല, അങ്ങനെ കുമരകത്ത് ഞങ്ങൾ അങ്ങനെ അധികം പോയിട്ടില്ല. അതെ, ജസ്റ്റ് ഞങ്ങളത് പോയി കണ്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ റെഗുലർ വിസിറ്റ് ഒന്നുമില്ല. പുതുപ്പള്ളി തന്നെയായിരുന്നു. അതെ, തറവാട്ടിലോ. അതെ അതെ അതെ. ഇപ്പോഴും അപ്പ തിരുവനന്തപുരത്ത് എവിടെ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയോ യാത്ര ചെയ്ത് പോയിരിക്കുകയാണെന്നൊരു തോന്നലാണ് മനസ്സിലല്ലേ? എന്താ വെച്ചാൽ അപ്പെ കാണാൻ പറ്റാത്തതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പം അവർ തരുന്ന സ്വീകാര്യത അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അതൊക്കെ നമുക്ക് വളരെയേറെ കൺസോളിങ് ആണ്. നമുക്ക് ഒരുപാട് ഇപ്പം ആർക്കാണെങ്കിലും നമുക്കൊരു എൻ്റെ അപ്പം മരിച്ചു 2 വർഷം, എന്നാലും ഇന്നും ആളുകൾ പറഞ്ഞു തീർക്കുന്നില്ല അപ്പയെ പറ്റിയുള്ള കഥകൾ. ഇപ്പം നിങ്ങളും കാണുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് 2ാം വാർഷികമായപ്പം എനിക്ക് തോന്നുന്നു അപ്പം മരിച്ച പോലെ തന്നെയുള്ള കഥകളാണ് പിന്നെ ഒരു സാക്ഷ്യം പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെയും കേൾക്കുമ്പം നമുക്ക് ഒരു മിസ്സിംഗ് ഉണ്ട്, കാണാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. പക്ഷെ അതിൽ കുറച്ചൊരു ആശ്വാസം. ഈ തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചെന്ന് പറഞ്ഞതുപോലെ ഈ സൽപ്പേര് ഇനി എത്ര തലമുറ കഴിഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ മകൻ അല്ലെങ്കിൽ കൊച്ചുമകൻ അങ്ങനെ പറയുമ്പോൾ പറയുന്ന രീതി വരില്ലേ? ശരിയായിട്ട് വരും. അത് വലിയൊരു സന്തോഷം. ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് വലിയ ജനസമുദ്രം അടക്കത്തിൽ വന്ന ഒരുപാട് നേതാക്കൾ കാണും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണും. പക്ഷെ 2 വർഷമായിട്ടും കല്ലറയിൽ നിന്ന് ആളുകൾ ഒഴിയാത്തതൊരു പ്രതിഭാസമാണ്. അത് അപ്പയുടെ എന്ത് നന്മയുടെ പേരിൽ കിട്ടിയതാണ്. അപ്പ ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും നിങ്ങൾ എവിടെയെങ്കിലും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും പല പല നേതാക്കന്മാരുടെ അടക്കങ്ങൾ, അത് ചൂണ്ടിക്കാണിക്കാം, സംസ്കാര ചടങ്ങുകൾ. പക്ഷെ അത് കഴിഞ്ഞ് 2 വർഷമായിട്ടും ഇങ്ങനെ ഒഴിയാതെ കിടക്കുന്ന കല്ലറ, എപ്പോഴും ആ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന കല്ലറ, അത് ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പയുടെ മുമ്പിൽ ഒരുപാട് സഹായം ചോദിച്ചു വരുന്ന വലിയ കഷ്ടപ്പാട് നമ്മൾ കാണുകയാണ്. അപ്പം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അവസാനമായിട്ടും അപ്പയ്ക്ക് സംസാരം അവസാനം ഇല്ലാതായി. അപ്പോൾ ആ സംസാരിക്കാൻ പറ്റുന്നിടത്തോളം കാലം ആളുകളെ സഹായിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻസിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് ആരോഗ്യമായിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പം അപ്പയ്ക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു രോഗികളെ പറ്റി. പക്ഷെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അതിൻ്റെ പ്രൂഫാണ്. അപ്പം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് കാരുണ്യ പദ്ധതി, ആരോഗ്യ മേഖലയിൽ അപ്പൊ ഒരുപാട് പദ്ധതികൾ ചെയ്തു. ഒരു പൈസ ഉള്ള ഒരു അപ്പ ചികിത്സയിലിരിക്കുമ്പോഴും സഹായിക്കണം എടുത്തു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രോഗികളെ സഹായിക്കണം. അപ്പം അപ്പയ്ക്ക് ആരോഗ്യ മേഖല ഭയങ്കരമായ കൺസേൺ ഉള്ളൊരു മേഖലയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എനിക്കാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ക്യാൻസർ രോഗമാണ്, ആ രോഗമാണ്, ഈ രോഗമാണ്, 5000 രൂപ കിട്ടുമോ, 10000 രൂപ കിട്ടുമോ എന്ന് ചെറിയ എമൗണ്ടുകളാണ് ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര പേർക്ക് നമുക്ക് നമ്മുടെ അപ്പം നമ്മുടെ അടുത്ത് വരുമ്പം പേഴ്സണലി നമ്മൾ സഹായിക്കും. പക്ഷേ പേഴ്സണലി നമ്മൾ എത്ര സഹായിക്കും. അപ്പം അപ്പയെ അതുകൊണ്ട് തന്നെ അപ്പ വളരെയേറെ ഇമ്പോർട്ടൻസ് ഹെൽത്തിന് കൊടുത്തിരുന്നു. ഈ ബുദ്ധിമുട്ട്, അപ്പം ബുദ്ധിമുട്ടുന്ന ആളുകളെ ഒരിക്കലും പൈസയുടെ കുറവ് കൊണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്ത് വളരെ ഇതായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആ ചെറുപ്പത്തിലെ അത് കണ്ടത് കൊണ്ടായിരിക്കും നമുക്കൊരു ചാരിറ്റി വർക്ക് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ഇപ്പം എന്നെ ഉമ്മൻചാണ്ടിയുടെ മകളായിട്ട് ദൈവം ജനിപ്പിച്ചത്
ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ചിലപ്പോൾ എന്നെക്കാട്ടി വേറൊരാളെ കുറഞ്ഞ് ജനിച്ചത് അത് അയാളുടെ കുറ്റം കൊണ്ടല്ല, അത് ദൈവം നിശ്ചയമാണ്. അപ്പം ദൈവം എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ്ങോ അനുഗ്രഹമോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങിൻ്റെ നമുക്ക് ദൈവം ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗം നാം വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചിന്ത. അത് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്, നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെ അപ്പയുടെ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മൾ എന്ത് അങ്ങനെ ചെയ്താലും അതിൻ്റെ നമ്മൾ അറിയാത്തൊരു കണക്ക് ബുക്കിൽ ആ കണക്കുകൾ എഴുതി വരുന്നുണ്ട്. അത് നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയെ പോയാലും തകരാൻ ദൈവം വിടത്തില്ല. ആ ബുക്കിലെ കണക്ക് എത്ര ഉണ്ടോ ആ കണക്കനുസരിച്ച് നമ്മളെ തകരാതെ ദൈവം കൈപിടിച്ചെണീപ്പിക്കും. അങ്ങനെ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ്. പിന്നെ അത് നമ്മൾ കണ്ടു വളർന്നതും കൂടെ കൊണ്ടാകാം. കേട്ട് വളർന്നാൽ കണ്ടു വളർന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോഴൊക്കെ അദ്ദേഹം ഈ ആൾക്കാരുടെ ആരോഗ്യത്തിലും അതിനെ കാര്യങ്ങളിലും ശ്രദ്ധ പതിച്ചെങ്കിലും സ്വന്തം ആരോഗ്യത്തിൽ എത്രമാത്രം ശ്രദ്ധ പതിച്ചെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പയുടെ ആരോഗ്യം അത്രയും ശോഷിച്ചു പോകാൻ, അവസാനം നമ്മുടെ അത്രയും അങ്ങ് മോശമാണ്. അപ്പോൾ ഒട്ടും അപ്പയുടെ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നില്ല. അമ്മയൊക്കെ പണ്ട് എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതിലൊട്ടും കെയർ ചെയ്യാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവസാന കാലത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലായെന്ന് വെച്ചാൽ, അപ്പ ഈ ജനസമ്പർക്കത്തിലൊക്കെ കണ്ടതുപോലെ അത് അത്രയും ദിവസമല്ലേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളുകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. രാവിലെ ഒന്ന് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങും. പിന്നെ അതൊക്കെ ഫോൺ വരും. അതെല്ലാം പലപ്പോഴും പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ എന്തോ അപ്പയെന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷെ അപ്പോൾ പറയും, മോളെ എന്ത് ആവശ്യത്തിന് ആളുകൾ വിളിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പയ്ക്ക് ആ ഒരു മനസ്സാണ്, എന്ത് ആവശ്യത്തിനാണ് ഒരു ആവശ്യക്കാരൻ, ആ ഒരു മനസ്സ്. ചെറുപ്പത്തിലേ നിങ്ങളെ പഠിപ്പിച്ചു, പിന്നെ ശല്യം ചെയ്യാനും പോയില്ല. ശല്യം ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നമുക്ക് എന്നാലും നമ്മളൊരു ഫാമിലി ടൈമിലിരിക്കും, അപ്പം ഇപ്പം അത് എടുക്കണ്ട എന്ന് പറയും. പക്ഷെ അപ്പം അഥവാ ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം പിന്നീട് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോട് എടുക്കാൻ പറഞ്ഞിട്ട് ആരാ എന്താ ഫോൺ നമ്പർ എഴുതി വെക്കാൻ പറയും. അത്രയും അപ്പ ജനങ്ങളെ കരുതിയിരുന്നു. ജനങ്ങളെന്നല്ല, ഒരു ആവശ്യക്കാരനെ കരുതിയിരുന്നു. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ അത് വിളിച്ചു ചോദിക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഒരു IAS പറയുന്നില്ലേ, എഞ്ചിനീയറിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി നിയമസഭ അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞില്ല. അദ്ദേഹം എവിടെ പിന്നെ പോയെന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴാണ് പിന്നെ അറിയുന്നത്. അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് കാണും. അപ്പയുടെ മരണത്തിലല്ലേ അതെല്ലാം ജനങ്ങൾ അറിഞ്ഞത്. അതുവരെ അറിയത്തില്ല. അപ്പ ചെയ്തങ്ങ് വിടുകയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ക്രെഡിറ്റ് എടുക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ ചെയ്തതിന്റെയാണ് ഇന്ന് എനിക്കത് ലോകം എമ്പാടുമുള്ള കൊടുത്താലും കിട്ടില്ല ഈ ജനങ്ങള് നിങ്ങളുടെ ഹൃദയം തുറന്നു തരുന്ന സ്നേഹം. അതെ, ഈ ലോകമെമ്പാടുള്ള എത്രയോ പേര്, നമുക്ക് മലയാളികൾ, ലോകത്തോ എവിടെയുള്ള മലയാളികളും ആ കല്ലറയെ കാണും. നമ്മൾ അറിയുന്നില്ല. ഏതൊക്കെയോ രാജ്യത്തിൽ നിന്ന് ആരൊക്കെയോ ഒരു അപ്പയെ കാണാൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ചിലരൊക്കെ നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി ആ ഫോട്ടോ കല്ലറയിൽ നിൽക്കുന്ന കിട്ടും. അതാ അപ്പ കൊടുത്ത സ്നേഹത്തിന് അവർ പകരം കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഇതിന് മുമ്പേ ഒരാഴ്ച മുമ്പേ ഞങ്ങൾ അവിടെ വന്നപ്പോൾ തന്നെ മലബാറിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മുസ്ലിംസ് അങ്ങനെ വരുന്നവരല്ല, ഈ കല്ലറയിലേക്ക് വരത്തില്ല, അവരുടെ വിശ്വാസം അനുസരിച്ച്. എന്നാലും അവരോട് വന്നിട്ട് നിന്നേച്ച് പോവുക, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴേതോ ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് 10-20 പേര് അവർ പറഞ്ഞ കോട്ടയം വരെ വന്നു. അപ്പോൾ ഈ കോട്ടയം വരെ വരുന്നവരെല്ലാവരും കല്ലറയിൽ കയറിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഏരിയയിൽ കൂടെ പോകുന്നവർ ഒന്ന് വന്ന് അപ്പയെ കണ്ടിട്ടാണ് പോകുന്നത്. അത് അപ്പ ഉണ്ടാക്കിയെടുത്ത് അപ്പയ്ക്ക് മാത്രം ചെയ്യാവുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രി നമ്മുടെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും നോക്കുമ്പോൾ അവരൊക്കെ ഫാമിലി ആയിട്ട് അമേരിക്കയിൽ പോകുന്നു, വിദേശങ്ങളിൽ പോകുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി അങ്ങനെ ഫാമിലി ആയിട്ട് പോയി വിദേശ രാജ്യങ്ങൾ ഈ അച്ഛൻ്റെ പദവി ഉപയോഗിച്ച് പോയി ആസ്വദിച്ചിട്ടില്ല? ഇല്ല, അങ്ങനൊരു നമ്മൾ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാലല്ലേ അതിനോടുള്ള ഒരു ഇത് വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു തുടക്കം തൊട്ടുള്ള ശീലമാണ്. ഇപ്പം നമുക്ക് അങ്ങനെയാണ് ട്രെയിൻഡ്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരിക്കലും ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അന്ന് അപ്പം ജീവിച്ചിരിക്കുമ്പോഴേ ഇതുപോലെ തന്നെയാണ്. അപ്പം എവിടെ ചെന്നാലും ആൾക്കൂട്ടവും. അപ്പം നമ്മളോട് ആ സ്നേഹം അന്നും ആളുകൾക്കുണ്ട്. ഇന്ന് പിന്നെ അപ്പയെ കിട്ടാത്തത് കൊണ്ട് അപ്പയ്ക്കൂടുള്ള സ്നേഹം ഞങ്ങൾക്ക് കൂട്ടിത്തരുന്നതാണ്. അന്നും ആളുകൾ അപ്പയുടെ കൂടെ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഒരിക്കലും അതൊന്നും ഒരു കുറവായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അത് നിങ്ങളുടെ എല്ലാം ക്വാളിറ്റിയുടെ ഒരു ഭാഗമാണ്. കാരണം ഞങ്ങളിപ്പം പറയാറുണ്ട്, ചാണ്ടിയമ്മനെ സംബന്ധിച്ചായാലും ഒരു മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ എത്രമാത്രം അഹങ്കാരിയായിട്ടല്ലേ വലിയ വണ്ടിയൊക്കെ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് എങ്ങനെയൊക്കെയോ നടക്കാവുന്ന ഒരാളാണ്. ഇപ്പോഴും സാധുവായിട്ട്
ഇപ്പൊ എൽദോസ് പറയായിരുന്നു പുള്ളിക്ക് തേച്ചൊരു ഷർട്ട് കൊടുത്താൽ പുള്ളി ചുരുക്കിച്ച കിടത്തുള്ളൂ. അത് ആ ഒരു സിമ്പിൾ ലൈഫിലാണ് നമ്മൾ കണ്ടു വളർന്നത്. അങ്ങനെയാണല്ലോ. അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കിട്ടിയതാണ്, അങ്ങനെ ഒരു എളിമ സൂക്ഷിക്കാനുള്ള. അല്ല, അപ്പ ഒരിക്കലും അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ. പക്ഷേ എനിക്ക് ഇന്നും അപ്പ പറഞ്ഞ 100% അല്ലെങ്കിൽ 150% ഫോളോ ചെയ്യുന്നവരെ അപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത്, മോളെ ആരെയും കൊണ്ട് അഹങ്കാരിയാന്ന് പറയിപ്പിക്കരുത്. എനിക്കിന്നും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 1-2 കാര്യങ്ങൾ അല്ലാതെ ബാക്കിയെല്ലാം അപ്പയെ കണ്ടുപഠിച്ചതാണ്. അപ്പോൾ അത് മാക്സിമം അപ്പയുടെ ജീവിതത്തിൽ അപ്പ ഒരിക്കലും മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റവും എല്ലാ മനുഷ്യരെയും അപ്പോൾ ഒരുപോലെ കണ്ടിരുന്നു. ഒരിക്കലും ഒരു അഹങ്കാരം കാണിക്കുക ഒന്നും ചെയ്തില്ല. അപ്പം വലിയൊരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയും ഒരു കുറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അപ്പോൾ ചിലപ്പം ഈ കുറഞ്ഞു നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പം പ്രിഫറൻസ് കൊടുത്തെന്നിരിക്കും. അങ്ങനെ അവർക്കൊരു മനസ്സിനൊരു ഇത് തോന്നാൻ പാടില്ല എന്ന് വെച്ചപ്പം അങ്ങനെയുള്ള ആ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രസംഗം കേട്ടിരുന്നു പ്രസംഗം. വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആരും ഒരു കൈ നീട്ടി സഹായിക്കാനില്ല. എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യനെ അന്നേരം ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഒരാളോട് എത്തിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം പ്രസംഗിക്കുന്ന അത് ശരിയായിട്ട് കണ്ണ് നിറഞ്ഞു പോയൊരു പ്രസംഗമാണ്. അത് കണ്ടിരുന്നു പ്രസംഗം? ഞാനത് ഫുള്ളായിട്ട് കണ്ടില്ല, പക്ഷെ എനിക്ക് ഇത് മനസ്സിലായി. അത് അമ്മയുടെ വികാരം പറഞ്ഞു. പക്ഷെ അപ്പ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അപ്പ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് പരാതിയും പറയുന്ന വ്യക്തിയല്ല. നമുക്ക് വരുന്നതിനെ അപ്പയുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം എത്ര കാലം താമസിച്ചാലും എല്ലാം തെളിഞ്ഞു വരും. അപ്പം അതുകൊണ്ട് അപ്പ ഒരാൾ ആശ്വസിപ്പിക്കാൻ വന്നില്ല. അപ്പയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അപ്പ മറ്റുള്ളവരെ സഹായിക്കുക, കാരുണ്യ പ്രവർത്തനം ചെയ്യുക, അതൊന്നും തിരിച്ച് പ്രതീക്ഷയുണ്ടല്ലോ ഒരിക്കലും. അപ്പം എനിക്ക് തോന്നുന്നില്ല വന്നില്ല. അപ്പം അത് ഒരിക്കൽ മറ്റൊരാൾ ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്നുള്ളത് അപ്പ ഒരിക്കലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളെ എഞ്ചിനീയറുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം IAS അവിടെ മീറ്റിംഗിൽ ഒരേ സമയത്ത് അദ്ദേഹത്തെ കൂടെ കിട്ടിയപ്പോൾ പറഞ്ഞു, സാറിനെ കുറിച്ച് എനിക്ക് ഞാൻ 2 വാക്ക് പറയണ്ട, ആ പ്രസംഗം കേട്ടിട്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാൻ പുള്ളി നിൽക്കാതെ പുള്ളിക്കാരി നന്ദി പറയാൻ പോവാണ്. അത് പുള്ളി അങ്ങ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അത്ര പോലും. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പ്രതിഫലം ഇഷ്ടിക്കാതെ ഒരാൾക്ക് അതിന് ദൈവം ഇന്ന് എണ്ണി കൊടുത്തോണ്ടിരിക്കുവല്ലേ. ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മീഡിയ പ്രവർത്തകനോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ ലോകത്തിലെ ഏതെങ്കിലും ഒരാൾ അപ്പയ്ക്ക് ഇങ്ങനൊരു യാത്രയയപ്പ് പോട്ടെ, യാത്രയയപ്പിന് ശേഷം 2 വർഷം കഴിഞ്ഞും ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അന്ന് അമ്മ പറയുന്ന കൂട്ടത്തില് അമ്മ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മീഡിയ പ്രവർത്തകരൊക്കെ അന്ന് കുറെ ചവിട്ടി തേച്ചെങ്കിലും അവരാണ് ഇപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന്. മീഡിയക്കാർ വളരെ 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 സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് ഇതിലും അപ്പയുടെ കാര്യത്തിൽ വളരെ വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. അതൊരു വലിയ സന്തോഷം. അപ്പൊ അവരും തിരിച്ചറിഞ്ഞിരിക്കും, ജനവും തിരിച്ചറിഞ്ഞു. അല്ല, അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. അത് കാണുമ്പം പക്ഷെ ഒത്തിരി വിഷമിച്ചു നിങ്ങളല്ലേ ആ സമയത്ത് അല്ലേ? വിഷമം കണ്ടിട്ട് അങ്ങനെ കഴിയുമ്പോൾ അപ്പ ഈ ഗേറ്റിന്റെ അകത്തോട്ട് ഒഫീഷ്യൽ ലൈഫ് കൊണ്ടുവരാറില്ല. അപ്പയുടെ എല്ലാ ടെൻഷനും ഗേറ്റിന്റെ വെളിയിലാണ്. ഈ വീട്ടിലാണ് നിങ്ങൾ ഈ വിഷമം മുഴുവൻ അനുഭവിച്ചല്ലേ അന്ന്? അല്ല, അപ്പൊ ക്ലിഫ് ഹൗസിലുണ്ടായിരുന്നു. പിന്നെ ഗേറ്റിനകത്ത് അപ്പോൾ ഫാമിലിയിൽ വരുമ്പോൾ ഫാമിലി മാനായിട്ടായിരിക്കും. ഇതൊരിക്കലും ഓഫീസിലുള്ള ദേഷ്യം ഫാമിലി മെമ്പേഴ്സിനോട് കാണിക്കുക, ഒരു ദുഃഖം അങ്ങനെയൊന്നും അപ്പം ഇല്ലായിരുന്നു. അപ്പം അത് ഫുൾ. പിന്നെ ഈ വളരെ ബുദ്ധിമുട്ടേറിയ സമയത്ത് കുറച്ച് മിണ്ടാതിരിക്കും എന്നതിൽ കവിഞ്ഞു വളരെ ഇല്ല ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. അപ്പം എന്തായാലും ശന്ത ഭാവേ എന്ന് അമ്മയോട് ചോദിക്കും. അല്ലെങ്കിൽ അത് ശരിയായില്ല കേട്ടോ, അല്ലാതെ അപ്പം ദേഷ്യപ്പെടത്തില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നടക്കുമ്പോൾ അതൊരിക്കലും ഞങ്ങളെ ഫാമിലിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എസ്പെഷ്യലി മക്കളെ അമ്മയോട് ഷെയർ ചെയ്ത് കാണുമായിരിക്കാം. ഞങ്ങളെയൊക്കെ ഒരു കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞ് അപ്പ ധൈര്യപ്പെടുത്തും ആയിരുന്നു. അതായിരുന്നു അപ്പ. അതൊക്കെയാണ് നമ്മളെ കഴിഞ്ഞ കുറെ നാളുകളായി വ്യക്തി ആക്ഷേപം നടത്തി ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ഇപ്പോഴും വ്യക്തി ആക്ഷേപം തുടരുക. അപ്പൊ മരിച്ച സാഹചര്യത്തിൽ ഞാൻ കടന്നുപോയ സ്ട്രെസ്, ആ സ്ട്രെസ്സിൽ എനിക്ക് ഒരു വാക്കിൽ പിഴ പറ്റി. ആ വാക്കിൽ പിഴ പറ്റിയത് ഇന്നലെ എങ്ങനെ വന്നത് ഞാൻ ഓർക്കുന്നു. ഇത്രയും നാള് ഇതെന്ത് പറ്റി, ഇത്രയും നാള് കാണാതിരുന്നത് എന്താ? കഴിഞ്ഞ ഒരു 9 വർഷക്കാലം ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടി, എന്റെ പിതാവിനെ വേട്ടയാടി,
എന്റെ പിതാവിന് നേരെ പറയാൻ പറ്റാത്ത എല്ലാം പറഞ്ഞു. ഇവിടെ ദേശാഭിമാനി എന്തൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ പങ്കെടുത്ത സാഹചര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. 20 വർഷമായി ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. 20 വർഷം. ഞാൻ ഈ ഒരു വേദിയിൽ പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഞാൻ യാഥാർത്ഥ്യങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ പറയാനുണ്ടോ. 20 വർഷം മുമ്പ് എന്റെ പിതാവും എന്റെ മാതാവും യാത്ര ചെയ്തൊരു വാർത്ത, ആ വാർത്തയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു ടാബ്ലോയിഡ് തുടങ്ങി. ആരാ ടാബ്ലോയിഡ് തുടങ്ങിയത്? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരാരുമല്ല. അന്ന് തൊട്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഞാൻ പറയണോ? ഇവിടുത്തെ കേരളത്തിൽ വിവിധ നേതാക്കന്മാരെ, ശ്രീ PT ചാക്കോ മുതലുള്ള നേതാക്കന്മാരെ ആരെ ആക്ഷേപിച്ചിട്ടുള്ളത്? ആരാണ് ഇത്ര വലിയ ഒരു വ്യക്തി വിരോധം തീർത്തുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുള്ള ആരാ? അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് കളിക്കുന്ന ഈ ശൈലി നിർത്തേണ്ടത് കേരള സമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും അനിവാര്യതയാണ്. അപ്പം എല്ലാ PT ചാക്കോ മുതലുള്ള സകല നേതാക്കന്മാരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ട്, എന്റെ പിതാവിനെ അയൽക്കൂട്ടത്തിൽപ്പെടുത്തി ആക്ഷേപിച്ചിട്ട് ഇന്ന് പറയുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് മറ്റു പാർട്ടിക്കാരല്ല. മറ്റു പാർട്ടിക്കാർ ഞങ്ങളല്ല, കോൺഗ്രസ്സുകാരെന്നാ പറയുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞാൽ ഉടനെ നമുക്കെതിരെ സൈബർ ആക്രമണം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരത്തില്ല. ഞങ്ങള് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ തരത്തിലുള്ള വേലകളെയൊക്കെ ഞങ്ങൾ പൂത്തെറിയും. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.